ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ഒരു ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം പല മാധ്യമങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമങ്ങളും ബ്രസീലിയൻ മാധ്യമങ്ങളും ഒരുപോലെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ UCL മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ വിനീഷ്യസ് ജൂനിയർക്ക് ഇടമില്ലായിരുന്നു. അത് അദ്ദേഹത്തിൽ അതൃപ്തി ഉണ്ടാക്കിയ കാര്യമാണ്. അതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് വിനീഷ്യസ് ജൂനിയർ പങ്കുവച്ചിട്ടുണ്ട്. അതായത് തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സന്ദേശമാണ് വിനീഷ്യസ് ജൂനിയർ പങ്കുവച്ചിട്ടുള്ളത്. താൻ ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നൊക്കെയാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്ലബിനകത്ത് നിലവിൽ താരം അത്ര ഹാപ്പി അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്പാനിഷ് മാധ്യമമായ എൽ ലാർഗേറോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കാരണങ്ങളാണ് ഇതിന് പിറകിൽ ഉള്ളത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് ക്ലബിനകത്ത് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇറലവൻ്റ് ആയിരുന്നു എന്നാണ് ക്ലബ്ബ് വിശ്വസിക്കുന്നത്. അതിൽ പുരോഗതി കൈവരിക്കേണ്ടത് വിനിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാരണം അത് പരിശീലകനായ സാബി അലോൺസോയാണ്. അതായത് സാബി അലോൺസോ വലിയ ഒരു വിശ്വാസമൊന്നും ഈ താരത്തിൽ അർപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഡിഫറൻറ്റ് പ്രൊഫൈലിൽ ഉള്ള ഒരു താരത്തെയാണ് സാബി അലോൺസോക്ക് വേണ്ടത്. വിനീഷ്യസ് ജൂനിയറിനെ പോലെ ഒരു പ്രൊഫൈലുള്ള താരത്തെ സാബിക്ക് അത്ര ആവശ്യമില്ല. അതുകൊണ്ടാണ് വിനിക്ക് പകരം മറ്റു താരങ്ങളെ ഇപ്പോൾ ഈ ഒരു പരിശീലകൻ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, അത് ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ ഇതുവരെ വിനീഷ്യസ് ജൂനിയർ തയ്യാറായിട്ടില്ല. ഇതോടുകൂടി ക്ലബ്ബ് മാനേജ്മെൻറ്റുമായുള്ള ബന്ധം തകർന്നിട്ടുണ്ട്. അഥവാ ഈ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് റയലിനകത്ത് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ക്ലബ്ബും വിനീഷ്യസ് ജൂനിയറും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുള്ളത് എന്നാണ് എൽ ലാർഗേറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ചെയ്യേണ്ട കാര്യം തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് വിനീഷ്യസ് ജൂനിയർക്ക് എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.